Dear students, welcome to Learner's World. In this video, I am going to talk about an essay, Getting Up on Cold Mornings by Lihan, Kaleidoscope for Semester, Calcutta University, Common English. Lihan is a poet, critic, journalist and essayist and editor. He often adopted an epistolary style in his writings. Lihan ഒരു പോയറ്റാണ്, ക്രിട്ടിക്കാണ്, ജേർണലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിസ്റ്റലറി ഫോമാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് എപ്പിസ്റ്റലറി? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലെറ്റേഴ്സ്, അതായത് ലെറ്റേഴ്സിൻ്റെ രൂപത്തിൽ ഉള്ള ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് എപ്പിസ്റ്റലറി എന്ന് പറയുന്നത്. ആദ്യത്തെ എപ്പിസ്റ്റലറി നോവലാണ് സാമുവൽ റിച്ചാർഡ്സൻ്റെ പാമള, പബ്ലിഷ്ഡ് ഇൻ 1740. ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എസ്സെ. അതായത് നമ്മൾ തണുത്ത പ്രഭാതത്തിൽ നമ്മൾ എണീക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു എസ്സെയാണ് ഗെറ്റിംഗ് അപ്പ് ഓൺ കോൾഡ് മോർണിംഗ്സ്. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് എസ്സെ ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ലിഹാണ്ടിൻ്റെ ഒരു പീരിയോഡിക്കലാണ്. അപ്പോൾ അതിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദിസ് ടോൺ ഈസ് ഹ്യൂമറസ് ബട്ട് ദ ലാംഗ്വേജ് ഈസ് ബിറ്റ് ഡിഫിക്കൾട്ട് ഡ്യൂ ടു ദ ലോങ് കോംപ്ലെക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ്. അപ്പോൾ എസ്സെൻ്റെ ടോൺ എന്ന് പറയുന്നത് ഹ്യൂമറസ് ആണ്, പക്ഷേ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൾട്ടാണ്. കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് ആണ് ലിഹാണ്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ തണുത്ത പ്രഭാതത്തിൽ നമ്മൾ എണീക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് എന്തെങ്കിലും ഒരു കമ്പൽഷൻ ഇല്ലാതെ നമുക്ക് എണീക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എസ്സെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഹൺ ഡീൽസ് വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് വൺസ് റിലക്റ്റൻസ് ടു ഗെറ്റ് അപ്പ് ഏർലി ഓൺ കോൾഡ് മോർണിംഗ്സ്. അപ്പോൾ ലെഹണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും ആ ഒരു തണുത്ത പ്രഭാതത്തിൽ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നമ്മളൊക്കെ മടിക്കുന്ന ഒന്നാണ് രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത്. In more serious way, he describes this experience of sudden transition from warmth to coldness as a hellish torture. അപ്പോൾ വളരെ മോക്കായിട്ടുള്ള, അതായത് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ആണ് അദ്ദേഹം ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ആ ഒരു ചേഞ്ച്, ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് അദ്ദേഹം വളരെ ഹ്യൂമറസ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ഒരു ചേഞ്ചിനെ, അതായത് വാംത്ത് ടു കോൾഡ്നെസ്, അതായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഒരു ട്രാൻസിഷനെ ഒരു ഹെല്ലിഷ് ടോർച്ചറായിട്ട്, അതായത് നമ്മൾ നല്ല തണുപ്പായിരിക്കും ഏർലി മോർണിംഗിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ചൂടിൽ നിന്ന് ആ ഒരു തണുപ്പിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെ അദ്ദേഹം ഹെലിഷ് ടോർച്ചർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതായത് നരകമായിട്ടുള്ള ഒരു പീഡനം, ഹെലിഷ് ടോർച്ചർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. വൺ ഓൺലി ഗെറ്റ് പോൺ കമ്പൽഷൻ, അതായത് ഒരു കമ്പൽഷൻ ഇല്ലാതെ ഒരു പ്രേരണ, അതായത് നമുക്കൊരു അതായത് നേരത്തെ എണീറ്റാലേ ഇന്ന് കോളേജിലേക്ക് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ടാകും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നാൽ അങ്ങനെയുള്ള ഒരു കമ്പൽഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ രാവിലെ നേരത്തെ എണീക്കാൻ കഴിയുള്ളൂ. ഈ കമ്പയർസ് ദിസ് ടോർച്ചർ ടു happy-footed fairies dragging out lost souls from fire and thrusting them into ice. അപ്പോൾ അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ടോർച്ചറിനെ, ഈ ഒരു ഹെല്ലിഷ് ടോർച്ചറിനെ, അതായത് ഈ ഒരു വാംത്ത് ടു കോൾഡ്നെസ്സിലേക്കുള്ള ആ ഒരു ഹെല്ലിഷ് ടോർച്ചറിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഒരു ഹാപ്പി ഫുട്ടഡ് ഫെയറീസുമായിട്ടാണ്. What is harpy-footed fairies? What is harpy? Harpies are half women, half bird creatures that are said to be the spirits of winds during storms. ഹാർപ്പീസ് എന്ന് പറഞ്ഞാൽ അതായത് പകുതി ഒരു സ്ത്രീയുടെ രൂപം, പകുതി ഒരു ബേർഡിൻ്റെ, അതായത് നമ്മളെ തല മുതൽ ഹാഫ് പോർഷൻ വരെ ഒരു സ്ത്രീയുടെ രൂപം, ബാക്കി ഒരു ബേർഡിൻ്റെ കാലുകളും അതുപോലെ തൂവലുകളൊക്കെ ഉള്ള
ഒരു ക്രിയേച്ചറാണ് ഹാർപ്പീസ് എന്ന് പറയുന്നത്. അവർ ഈ ഒരു കൊടുങ്കാറ്റിൽ കാറ്റിൻ്റെ ആത്മാക്കളായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഹാർപ്പീസ്. അപ്പോൾ ആ ഹാർപ്പീസ് ഫൂട്ടഡ് ഫെയറീസുമായിട്ടാണ് അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഹെലിഷ് ടോർച്ചറിനെ ഈ ഹാർപ്പീസ് ഫൂട്ടഡ് ഫെയറീസ് ഡ്രാഗിങ് ഔട്ട് ലോ സോൾസ് ഫ്രം ഫയർ ആൻഡ് ട്രസ്റ്റിംഗ് ദം ഇൻ ടു ഐസ്. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ തീയിൽ നിന്ന് നഷ്ടപ്പെട്ട ആത്മാക്കളെ അവർ വലിച്ചുകൊണ്ട് വന്ന് അവർ ഈ ഒരു ഐസിലേക്ക്, അതായത് ഈ ഒരു ഹിമത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓദർ അക്യൂസസ് ദ സിന്നിങ് ഓഫ് ആഡം ആൻഡ് ഈവ് ആസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതുപോലെ ഓദർ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ലിഹണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ആഡം അതുപോലെ ഈവ് അവർ ചെയ്ത ആ ഒരു ദൈവത്തിനോട് ചെയ്ത ആ ഒരു പാപത്തിൻ്റെ കാരണമാണ് ഇതിനെല്ലാം പിറകിലുള്ളത്. ഈ ഒരു നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതിനൊക്കെ പിറകിൽ ദൈവത്തോട് അവർ സിൻ ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെയൊക്കെ പിറകിൽ എന്നാണ് പറയുന്നത്. ബിഫോർ ദ സിന്നിങ് ദർ വർ നോ സ്നോവി വിൻഡോസ്. അതായത് അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സ്നോവി വിൻഡോസ്, അതായത് ഈ ഒരു സ്നോവി വിൻഡോസ് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സമ്മറി ഓഫ് ഗെറ്റിംഗ് അപ്പ് ഓൺ കോൾഡ് മോർണിംഗ്സ്. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഇവിടെ പറയുന്നത്. No one wants to get up an earlier time, especially on cold mornings. അതായത് ആർക്കും അത്ര രാവിലെ, അതായത് ഏർലി മോർണിംഗ്, ആ ഒരു തണുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ ആർക്കും കഴിയില്ല. ബട്ട് വി ഗെറ്റ് അപ്പ് ഏർലി ഓൺലി ഔട്ട് ഓഫ് കമ്പൽഷൻ. പക്ഷേ നമ്മളെല്ലാവരും ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കുന്നത് ഒരു കമ്പൽഷൻ്റെ പുറത്താണ്. ഒന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ കോളേജിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു പുറത്താണ് നമ്മളെല്ലാവരും എണീക്കുന്നത്. ലിഹാൻ ഡീൽസ് വിത്ത് ദ ഫെമിലിയർ എക്സ്പീരിയൻസസ് ഇൻ എ മോർ സീരിയസ് വേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇത് ചിത്രീകരിച്ചിരിക്കുകയാണ്. In the first part of the essay, Hunt talks about the hellish torture that one experience on getting up on cold mornings. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഫസ്റ്റ് പാർട്ടിൽ ഹണ്ട് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആ ഒരു ഹെല്ലിഷ് ടോർച്ചറിനെ കുറിച്ചിട്ട്, ആ ഒരു നരകപീഡനത്തെ കുറിച്ചിട്ട്. അതായത് ഒരാൾ ആ ഒരു തണുത്ത പ്രഭാതത്തിൽ നേരത്തെ എണീക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഹെല്ലിഷ് ടോർച്ചറാണ് അതിനെ അദ്ദേഹം വിളിക്കുന്നത്. ആ ഒരു ഹെല്ലിഷ് ടോർച്ചറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എവറി വൺ അഗ്രീസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഡീഡ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ കോൾഡ് മോർണിംഗ്സ്. എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ദ സഡൻ ട്രാൻസിഷൻ ഫ്രം വാംത്ത് ടു കോൾഡ് ഈസ് എ ഹെലിഷ് ടോർച്ചർ. അതായത് ആ പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ച്, അതായത് ആ ഒരു ചൂടിൽ നിന്നുള്ള ആ ഒരു തണുപ്പിലേക്കുള്ള ആ ഒരു ചേഞ്ച് എന്താണ്, ഒരു ഹെല്ലിഷ് ടോർച്ചറാണെന്നാണ് പറയുന്നത്. വൺ ഗെറ്റ്സ് അപ്പ് ഓൺലി ഓൺ കമ്പൽഷൻ. അതായത് ഒരാളങ്ങനെ ആ ബെഡിൽ നിന്ന് ആ ഒരു തണുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കമ്പൽഷൻ്റെ പുറത്താണെന്നാണ് പറയുന്നത്. ദ ഇറ്റാലിയൻ ഓതർ ഗിലിയോ ഗോഡാറ wrote a poem about insects, arguing that they were created to annoy humans and were not inhabitants of paradise. അതായത് ഇറ്റാലിയൻ ഓതർ, പിന്നീട് നമ്മുടെ ഹണ്ട് ഒരു ഇറ്റാലിയൻ ഓതർ ആയിട്ടുള്ള ഗിലിയോ ഗോഡാറൻ അദ്ദേഹം ഒരു പോം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ആ പോം ഇൻസെക്ട്സിനെ കുറിച്ചിട്ടായിരുന്നു, അതായത് പ്രാണികളെ കുറിച്ചിട്ടായിരുന്നു. അതിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ദേ വേർ ക്രിയേറ്റഡ് ടു അനോയ് ഹ്യൂമൻസ്. അവർ മനുഷ്യരെ ശല്യപ്പെടുത്താനാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വേർ നോട്ട് ഇൻഹാബിറ്റൻസ് ഓഫ് പാരഡൈസ്. അവർ ഒരിക്കലും സ്വർഗത്തിലെ അന്തേവാസികളല്ല എന്നാണ് പറയുന്നത്. On getting upon cold mornings of shavings are punishment given to mankind. Adam and Eve had sinning against God. പിന്നീട് അദ്ദേഹം പറയുന്നത്, അതായത് ഈ നമ്മൾ നേരത്തെ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഈ ഷേവിങ് ചെയ്യുമല്ലോ,
നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകാനോ ഒക്കെ നമ്മൾ ഷേവിങ് ചെയ്യും. അതൊരു പണിഷ്മെൻ്റാണ്. അതായത് മനുഷ്യർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെൻ്റാണെന്നാണ് പറയുന്നത്. ആഡം ആൻഡ് ഈവ് ഹാഡ് സിന്നിങ് എഗെയിൻസ്റ്റ് ഗോഡ്. അതായത് ദൈവത്തിനോട് ആഡം ആൻഡ് ഈവ് അവർ പാപം ചെയ്തതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയത്. അത് രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുക എന്നുള്ള ഒരു പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. Before sinning, they did not have snowy winters, nor Adam was compelled to shave. അതായത് അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അവരങ്ങനെ ഒരു സിൻ കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സ്നോവി വിൻ്റർ ഉണ്ടാവില്ല. ആഡമിന് ഷേവ് ചെയ്യാൻ ആരും കമ്പൽ ചെയ്യില്ല എന്നൊക്കെയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. ആൻഡ് ഗെറ്റ്സ് ഹിംസെൽഫ് ആസ് ആൻ എക്സാമ്പിൾ ടു ഷോ ദ വേസ്റ്റ് ടു അവോയ്ഡ് ഏർലി റൈസിങ്. അതായത് ഈ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ലീ ഹണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ എക്സാമ്പിൾസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി സ്റ്റാർട്ട്സ് ആൻ എൻക്വയറി അബൌട്ട് ദ കോൾഡ് വെദർ ഔട്ട്സൈഡ് ടു ഹിസ് സെർവൻറ്റ് ഹു ഹാസ് ദ ഇൻറ്റൻഷൻ ടു വേക്ക് ഹിം അപ്പ്. ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് തൻ്റെ സെർവൻറ്റിനോട് പുറത്തുള്ള ഒരു കാലാവസ്ഥനെ കുറിച്ചിട്ട്, ആ ഒരു കോൾഡ് വെതറിനെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു സെർവൻറ്റ് എപ്പോഴും അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹി ഓർഡേഴ്സ് ഹോട്ട് വാട്ടർ ഫോർ ഷേവിങ് ആൻഡ് ഹി ഫൈൻഡ് എക്സ്ക്യൂസ് ഇൻ സെയിങ് ദാറ്റ് ദ വാട്ടർ ഈസ് ടു ഹോട്ട് ആൻഡ് സോ ഹി നീഡ്സ് സം ടൈം ഫോർ ദ വാട്ടർ ടു കൂൾ ഡൗൺ ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി ഹാഡ് നോ റീസൺ ടു എക്സ്ക്യൂസ് ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് ആൻഡ് വാസ് റെഡി ടു ഷേവ്. പിന്നീട് അദ്ദേഹം ചെയ്തത്, ആദ്യം അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനോട് പുറത്തെ ആ ഒരു കോൾഡ് വെതറിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കുറച്ച് ചൂടുവെള്ളം അദ്ദേഹം ഓർഡർ ചെയ്യണം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ അതിനെ ഒരു എക്സ്ക്യൂസ് പറയുകയാണ്, ചൂടുവെള്ളം വളരെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും, കൂൾ ഡൗൺ ആവാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു പെട്ടെന്ന് ആ ചൂടുവെള്ളം, അതായത് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ ആ ചൂടുവെള്ളം എടുത്തിട്ട് ഷേവ് ചെയ്യാൻ റെഡി ആകുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. ബിസിനസ് മെൻ മേ ഗെറ്റ് അപ്പ് ആസ് ഏർലി ആസ് 5 ആസ് ദേ ലവ് മണി മോർ ദാൻ കംഫർട്ട്. പിന്നെ ലേഹാണ്ട് പറയുന്നത്, അതായത് ഈ ബിസിനസ് പീപ്പിൾ ഉണ്ടല്ലോ, അവർ നേരത്തെ എഴുന്നേൽക്കും. അതായത് 5 AM അവർ എഴുന്നേൽക്കും. ആ ഒരു തണുത്ത പ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കും. കാരണം എന്താ വെച്ചാൽ അവർ കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തെയാണ്, അല്ലാതെ അവരുടെ ആ ഒരു കംഫേർട്ടിനല്ല. ആ ഒരു ഏർലി മോർണിംഗിൽ, ആ ഒരു കോൾഡ് ഏർലി മോർണിംഗിലുള്ള ആ ഒരു പ്ലഷർ അവരെ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എപ്പോഴും മണിയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. He argues shaving is a villainous custom since the cold razor is a contrast to warmth. അദ്ദേഹം പറയുന്നുണ്ട്, ഷേവിങ് എന്ന് പറയുന്നത് ഒരു അതായത് ഒരു വില്ലനായിട്ടുള്ള ഒരു ആചാരമാണ്. അതായത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ആചാരമാണ്. അതായത് ഈ ഒരു കോൾഡ് റൈസർ എന്ന് പറയുന്നത് ചൂടുമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ഈവൻ ക്യൂൻ എലിനോർ ഡിവോഴ്സ്ഡ് ഹസ്ബൻഡ് കിങ് ലൂയിസ് ഓഫ് ഫ്രാൻസ് ബിക്കോസ് ഹി ഹാസ് ഷേവ്ഡ് ഹിസ് ബീഡ്. അതായത് പിന്നീട് അദ്ദേഹം ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ക്യൂൻ എലിനോർ അവരുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തു, കിങ് ലൂയിസിനെ. എന്തായിരുന്നു അതിൻ്റെ റീസൺ? അവരുടെ ഹസ്ബൻഡ് ബീഡ് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു റീസൺ. സോ ഹി സ്റ്റേറ്റ് ദാറ്റ് ബീഡ്സ് ആഡ് ഇംപ്രസീവ് ലുക്സ് ടു മാൻ. അദ്ദേഹം പറയണം, അതായത് ബീഡ്സ് എന്ന് പറയുന്നത് ഒരു പുരുഷന് ഒരു ഇംപ്രസീവ് ലുക്ക് നൽകുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. He marks that poet Thompson, who accuses a man of getting laid, but he himself seems to get up at noon, thereby expressing his laziness. അതായത് പിന്നീട് അദ്ദേഹം ഒരു പോയിറ്റിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, തോംസൺ. അദ്ദേഹം ഒരിക്കൽ ഒരാളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റതിന്. പിന്നീട് ഈ ഒരു തോംസണിനെ ഒരിക്കൽ ഉച്ചക്കാണ് എഴുന്നേറ്റ് വന്നത്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ലേസിനെസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ നോ വൺ ക്യാൻ റെഫ്യൂസ് ദ പ്ലഷർ ഓഫ് ലേറ്റ് റേസിങ്. ആർക്കും ആ ഒരു പ്ലഷർ ഓഫ് ലേറ്റ് റേസിങ്, അതായത് ആ ഒരു തണുത്ത പ്രഭാതത്തിൽ കുറച്ചുകൂടെ ലേറ്റായിട്ട് എണീക്കുക, അതിനെ ആർക്കും റെഫ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. അതായത് ഈ ഒരു ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, കുറച്ചും കൂടെ സമയം ഉറങ്ങാൻ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്ലഷറബിളായിട്ടുള്ള
ഒന്നാണ്. പീപ്പിൾ സേ ഏർലി റൈസിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, ബട്ട് ഹണ്ട് സേസ് ദാറ്റ് ദർ ഹാസ് ബീൻ നോ പ്രൂഫ് ഫോർ ദിസ് സോ ഫാർ. ആളുകളൊക്കെ പറയും നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന്. പക്ഷേ ലീ ഹണ്ട് പറയാണ് അതിനൊരു തെളിവും ഇതുവരെ ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു തെളിവ് കണ്ടെത്തിയിട്ടില്ല. But however, sudden change in temperature due to getting up from bed may bring shock to the body and thereby affecting good health. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സഡൻ ചേഞ്ച്, ആ ഒരു വാം ടു കോൾഡ് എന്ന് പറയുന്ന ആ ഒരു സഡൻ ചേഞ്ച്, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ടെമ്പറേച്ചറിലുള്ള ഒരു സഡൻ ചേഞ്ച് നമ്മളുടെ ബോഡിയിൽ ഒരു ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ നല്ല ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. If in case early rising increases the longevity of life is true, this doesn't mean that long things are beautiful. അതായത് ഈ ഏർലി റൈസിങ്, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ദീർഘായുസ് ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ലൈഫ് ഇൻക്രീസ് ആകുന്നുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇസ് ട്രൂ, അത് ട്രൂ ആണ്. ദിസ് ഡസൻ മീൻ ദാറ്റ് ലോങ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ അതായത് ഒരുപാട് കാലം അല്ലെങ്കിൽ നീളമുള്ളതൊക്കെ ബ്യൂട്ടിഫുൾ ആണ്, ദീർഘകാലമുള്ളതൊക്കെ ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് നമ്മൾ ഒരുപാട് നമുക്ക് ആയുസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, നമ്മൾ ഈ ഒരു ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. പക്ഷേ ലോങ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് ആര് പറയുന്നത്? ലീ ഹണ്ട് പറയുന്നത്. For example, the longest street in London, Holborough, does not mean that it is beautiful because it is long. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ലണ്ടനിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഹോൾബാറ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇങ്ങനെ അർത്ഥമാക്കുന്നില്ല. അതായത് ലോങ്ങസ്റ്റ് സ്ട്രീറ്റ് ആയതുകൊണ്ട് അത് ബ്യൂട്ടിഫുൾ ആണെന്ന് അർത്ഥമാക്കുന്നില്ല. അത് അത്ര ബ്യൂട്ടിഫുൾ അല്ല, അതിൻ്റെ ആ ഒരു നീളം കാരണം അതത്ര ബ്യൂട്ടിഫുൾ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Likewise, a short life with joys of late rising may be better than a long life with sufferings of early rising. അതായത് പിന്നീട് നമ്മുടെ ലീ ഹണ്ട് പറയാണ്, അതായത് ഒരു ഷോർട്ട് ലൈഫ്, അതായത് നമ്മളുടെ ഈ കുറഞ്ഞ കാലയളവിലുള്ള ആ ഒരു ജീവിതം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു പ്രഭാതം, തണുപ്പുള്ള പ്രഭാതത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഷോർട്ട് ലൈഫ്, അതായത് കുറഞ്ഞ ഒരു ജീവിതകാലം, അതാണ് ഏറ്റവും ബെറ്റർ ഏതിനേക്കാളും ലോങ് ലൈഫ് വിത്ത് സഫറിങ്സ് ഓഫ് ഏർലി റൈസിങ്. അതായത് നേരത്തെ ആ ഒരു പ്രഭാതത്തിൽ, തണുത്ത പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നതിനേക്കാൾ, ആ ഒരു നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദീർഘായുസൊക്കെ ഉണ്ടാവും, ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഷോർട്ട് ലൈഫ് വിത്ത് ജോയ്. അതായത് ആ ഒരു ഏർലി മോർണിംഗിലുള്ള ആ ഒരു തണുപ്പ് ഒക്കെ അനുഭവിച്ച് നല്ല മൂടി പൊതച്ച് കിടന്ന് ഒരു ലേറ്റായിട്ട് കുറച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അതിൽ കിട്ടുന്ന ആ ഒരു പ്ലഷർ, ആ ഒരു ജോയ്, അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ലീ ഹണ്ട് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.